പരിസ്ഥിതി ദിന ക്യൂസ് 2026 എല്ലാവർക്കും സ്വാഗതം. ഒന്നാം ഭാഗത്തിലെ ആദ്യത്തെ ചോദ്യം, ലോക പരിസ്ഥിതി ദിനമായി നാം ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ജൂൺ 5. ആദ്യമായി പരിസ്ഥിതി ദിനം ആചരിച്ചത് ഏത് വർഷമായിരുന്നു? 1973. ആധുനിക പരിസ്ഥിതി പ്രസ്ഥാനത്തിൻ്റെ മാതാവ് എന്നറിയപ്പെടുന്നതാര്? റേച്ചൽ കാഴ്സൺ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് ആരാണ്? ഇന്ത്യൻ ഹരിത വിപ്ലവത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. DDTയും മറ്റു കീടനാശിനികളും ഉണ്ടാക്കുന്ന അപകടങ്ങളെപ്പറ്റി ലോകത്തിന് മനസ്സിലാക്കിക്കൊടുത്ത റേച്ചൽ കാഴ്സൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ പേരെന്ത്? DDTയും മറ്റു കീടനാശിനികളും ഉണ്ടാക്കുന്ന അപകടങ്ങളെപ്പറ്റി ലോകത്തിന് മനസ്സിലാക്കി കൊടുത്ത റേച്ചൽ കാഴ്സൻ്റെ പ്രശസ്തമായ പുസ്തകത്തിൻ്റെ പേരെന്ത്? സൈലൻറ്റ് സ്പ്രിംഗ്, നിശബ്ദ വസന്തം. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ ആരാണ്? സുന്ദർലാൽ ബഹുഗുണ. ചിപ്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ സുന്ദർലാൽ ബഹുഗുണയാണ്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ വനഭൂമി ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശ്. മധ്യപ്രദേശ് ആണ് വനഭൂമി ഏറ്റവും കൂടുതലുള്ള ഇന്ത്യൻ സംസ്ഥാനം. അപ്പോൾ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ ഇന്ത്യൻ സംസ്ഥാനം ഏതാണ്? പഞ്ചാബ്. പഞ്ചാബാണ് ഇന്ത്യയിൽ വനവിസ്തൃതി ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കൊൽക്കത്ത. കൊൽക്കത്തയിലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബോട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ടൈഗർ റിസർവാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ടൈഗർ റിസർവ് നാഗാർജുന സാഗർ ടൈഗർ റിസർവ് ആണ്. ഇത് ആന്ധ്രാപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? ഇന്ത്യയിലെ ആദ്യത്തെ ബയോസ്ഫിയർ റിസർവ് ഏതാണ്? നീലഗിരി ബയോസ്ഫിയർ റിസർവ്. അടുത്ത ചോദ്യം, നാം ഓസോൺ ദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഓസോൺ ദിനം സെപ്റ്റംബർ 16 നാം ഓസോൺ ദിനമായി ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? ഇന്ത്യയിൽ കണ്ടൽ വനങ്ങൾ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനം ഏതാണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാളാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കണ്ടൽ വനങ്ങളുള്ള സംസ്ഥാനം. അടുത്ത ചോദ്യം, ലോകത്ത് വനമേഖല ഏറ്റവും കൂടുതലുള്ള രാജ്യം ഏതാണ്? ലോകത്ത് വനമേഖല ഏറ്റവും കൂടുതലുള്ള രാജ്യം റഷ്യ. റഷ്യയാണ് ലോകത്ത് വനമേഖല ഏറ്റവും കൂടുതലുള്ള രാജ്യം. അടുത്ത ചോദ്യം, കേന്ദ്ര ഗവൺമെൻറ് വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയത് ആരുടെ പേരിലാണ്? അമൃതാദേവി ബെഷ്നോയി. അമൃതാദേവി ബെഷ്നോയിയുടെ പേരിലാണ് കേന്ദ്ര ഗവൺമെൻറ് വന്യജീവി സംരക്ഷണത്തിനുള്ള അവാർഡ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. അടുത്ത ചോദ്യം, ഭൗമദിനമായി ആചരിക്കുന്നത് ഏത് ദിവസമാണ്? ഏപ്രിൽ 22. ഏപ്രിൽ 22 ലോക ഭൗമദിനമായി നാം ആചരിക്കുന്നത്. അടുത്ത ചോദ്യം, ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാട് ഏതാണ്? ആമസോൺ മഴക്കാടുകൾ. ആമസോൺ മഴക്കാടുകളാണ് ലോകത്തിലെ ഏറ്റവും വലിയ മഴക്കാടുകൾ. അടുത്ത ചോദ്യം, മരം മുറിക്കുന്നതിന് എതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷത്തിലേറെക്കാലം താമസിച്ച അമേരിക്കൻ യുവതി ആരാണ്? ജൂലിയ ബട്ടർഫ്ലൈ ഹിൽ എന്ന യുവതിയാണ് മരം മുറിക്കുന്നതിനെതിരെയുള്ള സമരത്തിൻ്റെ ഭാഗമായി ഒരു കാലിഫോർണിയൻ റെഡ്വുഡ് മരത്തിൽ 2 വർഷക്കാലം താമസിച്ച അമേരിക്കൻ യുവതി. അടുത്ത ചോദ്യം, ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് ആദ്യമായി കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയ രാജ്യം ഏതാണ്?
ഫിൻലൻഡ്. ഫിൻലൻഡ് ആണ് ആദ്യമായി ഓസോൺ പാളിക്ക് വിള്ളലുണ്ടാക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബൺ പുറത്തുവിടുന്ന പദാർത്ഥങ്ങൾക്ക് കാർബൺ ടാക്സ് ഏർപ്പെടുത്തിയത്. കാർബൺ ടാക്സ്. അടുത്ത ചോദ്യം, UNEPയുടെ പൂർണ്ണ രൂപമെന്ത്? UNEPയുടെ പൂർണ്ണ രൂപം എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെൻറ്റ് പ്രോഗ്രാം. ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിലുള്ള പരിസ്ഥിതി സംഘടനയാണ് UNEP. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഒപ്പം തന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. നിങ്ങളുടെ സപ്പോർട്ട് ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ ചാനലിനെ മുന്നോട്ട് നയിക്കുന്നത്. അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്കായി ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതോടൊപ്പം നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ, അത് നല്ലതായിക്കോട്ടെ ചീത്തയായിക്കോട്ടെ, ഏത് അഭിപ്രായമായാലും അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുതേ. താങ്ക്സ് ഫോർ വാച്ചിങ്. പരിസ്ഥിതി ക്വിസിൻ്റെ 2ാം ഭാഗവുമായി കാണുന്നത് വരേക്കും ബൈ ബൈ.